ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ആനുവൽ ഡേയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ആനുവൽ ഡേക്ക് പോവുകയാണ്. അപ്പോൾ ബസ്സൊക്കെ കയറി, വീട്ടിൽ നിന്ന് ബസ് കയറി വന്നു. പക്ഷേ 5:30 ടൈമിലാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്, അതായത് പ്രസംഗവും കാര്യങ്ങളൊക്കെ തുടങ്ങണേ. അപ്പോൾ ഒരു 6:30 ആയപ്പോഴാണ് ഞാൻ സ്കൂളിലെത്തിയത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ബസ് കയറി ഭയങ്കര തിരക്കായിരുന്നു. അതായത് സ്കൂൾ കുട്ടികൾ, അതായത് കോളേജ് കുട്ടികൾ ജോലി കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ സ്റ്റോപ്പെത്തി, സ്കൂളിലെത്തി ഞങ്ങൾ സ്കൂളിലേക്ക് കയറി. തുടങ്ങിയ പരിപാടി എന്ന് വെച്ചാൽ പ്രസംഗവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. 6 ആയപ്പോഴത്തേക്കും 5:30 ടൈം പറഞ്ഞെങ്കിൽ 6 തുടങ്ങിയപ്പോൾ പിന്നെ സ്കൂളിലോട്ട് കയറി. LKG കുട്ടികളൊക്കെ അവിടെ പ്രാക്ടീസാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ വൈറ്റ് ഡ്രസ്സായിട്ട് ഞാൻ എല്ലാവരോടും തന്നെ പറഞ്ഞായിരുന്നു താമസിച്ച് മാറിയാൽ മതി എന്ന്. അങ്ങനെ പിള്ളേരെ റെഡിയായിരുന്നു. പിന്നെ സ്കൂളിലെ ചാപ്പലാണ്. ജിയോണ പിന്നെ നമ്മൾ പിള്ളേരെ അത്യാവശ്യമൊക്കെ മേക്കപ്പ് ചെയ്ത്, ഓവറില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലിപ്സ്റ്റിക്ക്, അങ്ങനെ ബ്ലഷ്, അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പിള്ളേർ റെഡിയാക്കി. പിന്നെ സ്കൂളിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. നമുക്കങ്ങനെ പോയി കാണാനൊന്നും പറ്റത്തില്ല, കാരണം പിള്ളേർ ഓരോ റൂം തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ റൂമിൽ തന്നെ കുട്ടികളെയും കൊണ്ടിരിക്കണം. കുട്ടികൾ മിസ്സായി പോകാൻ പാടില്ല. അപ്പോൾ പരിപാടി ടൈമിൽ 5 പരിപാടിക്ക് മുമ്പേ നമ്മളെ ഇറക്കും താഴേക്ക്. അങ്ങനെ പരിപാടി കഴിഞ്ഞു, തിരിച്ചിറങ്ങി. ഫെബിൻ വന്നിരുന്നു. അപ്പോൾ ഫെബിനും കൊച്ചും ഞാനും കൂടെ പെട്ടെന്ന് തന്നെ, പുള്ളി ഓഫീസിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള പരിപാടി കാണാനുള്ള ടൈമില്ലായിരുന്നു. കാരണം 25ാമത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോഴത്തേനും നമുക്ക് പിള്ളേരും മടുത്തു. ഒത്തിരി ലേറ്റുമായി, 10:45 ആയപ്പോഴായിരുന്നു പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി വീട്ടിൽ, ആ ഒരു ടൈം ആയതുകൊണ്ട്. അങ്ങനെ തട്ടുകടയിൽ കയറി ദോശ, ചമ്മന്തി, അങ്ങനെ പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ 65 വരുത്തി. പിന്നെ 2 മുട്ടയും വരുത്തി കേട്ടോ. പിന്നെ അവന് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാവരും ഓരോന്നൊക്കെ കൊടുത്തവന്. പിന്നെ അവനെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം കഴിക്കുന്നൊരു ടൈപ്പ് ആയതുകൊണ്ട് ഭക്ഷണത്തിനോട് നോ പറയില്ല, അപ്പോൾ കഴിച്ചോളും. അങ്ങനെ അവന് നന്നായിട്ട് ഭക്ഷണം കൊടുത്തു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കഴിഞ്ഞല്ലോ, പിന്നെ കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ മടിച്ച് ഓരോന്നൊക്കെ ഓരോ കഷ്ണമായിട്ട് പറക്കി കഴിക്കുമായിരുന്നു. അവർ നല്ലപോലെ കഴിച്ചു. അവന് നല്ല ചൂടായിരുന്നു മുട്ടയ്ക്കൊക്കെ. ചെറുക്കനാണെങ്കിൽ ചൂടൊന്നും ഒരു വിഷയമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഇരുന്ന് കഴിക്കുമോ, ഓരോ കോഷ്ടിയൊക്കെ കാണിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും പുള്ളിക്ക് ഒന്നുകൂടി ഓഫീസിൽ പോകണമായിരുന്നു. അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ എനിക്ക് പിന്നെ അത്രയും മതിയായതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം പാഴ്സലാക്കി എടുത്തു. ഒരു ചെറിയൊരു മുട്ടയും കുറച്ച് ചിക്കൻ്റെ ഇതെല്ലാം ഞാൻ ഒരു കൂട്ടിൽ പാഴ്സലാക്കി മേടിച്ചു. അങ്ങനെ ഓഫീസിലോട്ട് വീണ്ടും പോയി. പിന്നെ അവിടെ പോയിട്ട് അവിടെ എല്ലാവരെയും കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഇപ്പം തന്നെ ഒരുപാട് ഫുഡും കൂടെ കഴിച്ചിറങ്ങിയപ്പോഴത്തേനും 11:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് നാളെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ, ഞങ്ങൾക്ക് 2 പേർക്കും പോകണം. അങ്ങനെ അതുകൊണ്ട് ടൈം പോയി. പിന്നെ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നൊരു 10-15 മിനിറ്റ് പോസ്റ്റായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. പിന്നെ എല്ലാം രാവിലെ നമ്മളെല്ലാം ഒതുക്കിയതുകൊണ്ട് പിന്നെ ഒത്തിരി കഷ്ടപ്പാടില്ലായിരുന്നു. പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് കിടത്തിയാൽ മതി. പിന്നെ അവൻ ലേറ്റാവും ഉറങ്ങാൻ. പിന്നെ ലേറ്റാവുമ്പോൾ നമ്മളെ ഒരുപാട് ശല്യമൊന്നും ചെയ്യില്ല. അവൻ തന്നെ ഉറക്കം വരുമ്പോൾ അവൻ ഒരു സൈഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. നമ്മളിപ്പോൾ ഉറങ്ങുവാണെങ്കിലും വിഷയമില്ല. അപ്പോൾ അവൻ തന്നെ ഉറങ്ങിക്കോളും. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്തെത്താറായി. പിന്നെ പെട്ടെന്ന് തന്നെ വീട് തുറന്ന് ലൈറ്റൊന്നും ഇടാതെ പോയത്. 5:30 ആയപ്പോൾ പോയല്ലോ. അപ്പോൾ വീട് തുറന്ന് അകത്ത് കയറി പെട്ടെന്ന് തന്നെ ലൈറ്റിട്ട്, നമ്മൾ പെട്ടെന്ന് തുറക്കുമ്പോൾ തുറക്കത്തുമില്ല, അങ്ങനെ ഒരു രീതിയാണ്. എന്നിട്ട് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ അകത്ത് കയറിയപ്പോഴത്തേനും അവന് പിന്നെ റോഡ് സൈഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കും. ഇറങ്ങിയൊന്നും പോകത്തില്ല, എങ്കിലും ഒരു സേഫ്റ്റിക്ക് വാതിലടയ്ക്കും. പിന്നെ അവൻ്റെ ചെരുപ്പ്, ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.